എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. ആകാശം ഭൂമികൾക്കെല്ലാം ആദിഖേതുവായവൻ നീയേ. ആകാശം ഭൂമികൾക്കെല്ലാം ആദിഹേതുവായവൻ നീയേ. ആശ്രയം നിന്നിൽ ആയതു മുതലൻ ആദികളകന്നു പരാ. ആശ്രയം നിന്നിൽ ആയതു മുതലൻ ആദികളകന്നു പരാ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ എന്നാളുമേ. കർത്താവെ നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ വാഴ്ത്തുന്നു. നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ ഞങ്ങൾക്ക് ഈ സമയകാലം കൃപ തന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ അവിടുത്തെ പൊന്നുമുഖത്തേക്ക് നോക്കുന്നു. ഞങ്ങളുടെ സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം ഒരുപോലെ അനുഗ്രഹിക്കപ്പെട്ട നിലയിലായി തീരുവാൻ സഹായിക്കണമേ. സൂം പ്ലാറ്റ്ഫോമിലൂടെയും കർത്താവെ ഫേസ്ബുക്ക് ലൈവിലൂടെയും അതുപോലെ യൂട്യൂബ് ചാനലിലൂടെയൊക്കെയും ഈ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നുവല്ലോ. ഇതിലൂടെ കേൾക്കുന്ന ഓരോ ഹൃദയങ്ങൾക്കും ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി മാറുവാൻ ഏൽപ്പിച്ചു തരുന്നു. അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രികാലം ആമേൻ നമ്മളോടൊത്ത് കർത്താവിന്റെ ദാസി ശോശാമ മാത്യു ദാസിയെ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി ഞങ്ങൾ വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ ദാസി എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു വാക്കിൽ തന്നെ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് പറഞ്ഞല്ലോ, ശോശാമ മാത്യു. ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് കോട്ടയം പാക്കിൽ മറിയപ്പള്ളി എന്ന സ്ഥലത്ത് നിന്നാണ്. ചർച്ച് പാക്കിലായതുകൊണ്ടാണ് പാക്കിൽ എന്ന് പെട്ടെന്ന് പറഞ്ഞത്. മറിയപ്പള്ളിയാണ് ഞാനിപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന സ്ഥലം. ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? എനിക്കറിയാമെങ്കിലും നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്കാണ് ഞാൻ ചോദിക്കുന്നത്. വീട്ടില് എൻ്റെ കുടുംബം ഞാനും എൻ്റെ ഭർത്താവും 2 കുഞ്ഞുങ്ങളുമാണ്. മോടെ വിവാഹം കഴിഞ്ഞ് അവള് പുറത്ത് കുടുംബത്തിൽ താമസിക്കുന്നു. പിന്നെ മോനെ വിവാഹം കഴിഞ്ഞ് അവര് കുടുംബമായി കുവൈറ്റിലെ ജോലിയിലും ഒക്കെ ആയിരിക്കുന്നു. ഇപ്പോൾ ഒരു കുഞ്ഞും കൂടെ ജനിച്ചു. അവര് 3 പേര് കുവൈറ്റിലുണ്ട്. മൂത്ത മോള് അവിടെ അമ്മ വീട്ടില് ചങ്ങനാശ്ശേരിയില് താമസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവിന്റെ ദാസിക്ക് അനേക സാക്ഷ്യങ്ങൾ പറയുവാനുണ്ടാകും. പ്രിയപ്പെട്ടവരെ, കർത്തദാസി ആമേൻ ഞങ്ങൾ ശുശ്രൂഷിച്ച ദൈവസഭയിൽ ഉണ്ടായിരുന്ന കർത്താവിന്റെ ദാസിയാണ്. ഞങ്ങൾക്ക് വളരെ നാളുകൾ പരിചയമുണ്ട്. തൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയും എനിക്കറിയാമെങ്കിലും തൻ്റെ ജീവിത അനുഭവങ്ങൾ ഇന്ന് നമ്മുടെ പ്രേക്ഷകരോട് പങ്കുവെക്കുവാൻ കടന്നു വന്നിരിക്കുമ്പോൾ കർത്തദാസിയുടെ ബാല്യകാലത്തിലെ നല്ല സ്മരണകൾ ഓർത്തെടുത്തുകൊണ്ട് നമ്മുടെ പ്രേക്ഷകരോട് പങ്കിടാം. എങ്ങനെയാണ് ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനുണ്ടായ സാഹചര്യങ്ങൾ, ഏത് വിധത്തിലാണ് കർത്തദാസിയെ ദൈവം വിളിച്ചു വേർതിരിച്ചത്. ആമേൻ. കർത്താവിന്റെ ദാസിക്ക് ഇന്ന് നമ്മുടെ പ്രേക്ഷകരോടൊത്ത് തന്റെ സാക്ഷ്യങ്ങൾ പങ്കിടുവാൻ സമയമുണ്ട്. അതിനായിട്ട് തന്റെ ദാസിക്ക് സമയം വേർതിരിക്കുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എനിക്ക് ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന ഞങ്ങളുടെ പാസ്റ്റർ മാമയോടുള്ള കുടുംബമായുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. ഈ വചനദീപ്തി എന്ന ഈ ഫെലോഷിപ്പിലേക്ക് ഈ സമയക്കാലം സാക്ഷ്യവുമായി കടന്നു വരുവാൻ ഏഴയും ബലഹീനമായി അടിഞ്ഞു വന്ന അവസരത്തിനായി നന്ദി പറയുന്നു. ഈ സമയക്കാലം ഇതിലേക്ക് ലൈവിൽ കടന്നു വന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും വീണ്ടും വന്നേരിക്കുന്ന നാമത്തിലുള്ള സ്നേഹവും വന്നിനെ അറിയിക്കുന്നു. ഞാൻ എന്നെ കുറിച്ച് പരിചയപ്പെടുത്തിയല്ലോ. എന്നാൽ എൻ്റെ സ്വന്തം ഭവനത്തെ കുറിച്ച് ഒരു വാക്ക് പറയട്ടെ. ഞാൻ ഒരു ഓർത്തഡോക്സ് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു ദൈവവേദനായി കടന്നു വന്നത്. എൻ്റെ കുടുംബത്തില് ഞങ്ങള് 11 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. 6 ആൺകുഞ്ഞുങ്ങളും 5 പെൺമക്കളുമാണ്. ഏറ്റവും ഇളയ മോളാണ് ഞാൻ. എൻ്റെ ഇളയ 2 ആൺകുഞ്ഞുങ്ങളുണ്ട്. പെൺകുഞ്ഞുങ്ങളിൽ ഏറ്റവും ഇളയത് ഞാനാണ്. വളരെ കൃത്യനിഷ്ഠയോടെ പള്ളിയുടെ എല്ലാ ആരാധന കാര്യങ്ങളിലും ഒക്കെ വളരെ ശക്തമായി
പള്ളിയുമായുള്ള ബന്ധത്തിലൊക്കെ നിന്ന് അങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് കടന്നു വന്നു. പിന്നീട് വിദ്യാഭ്യാസ കാലം കഴിഞ്ഞു, വിവാഹത്തിലേക്ക് കടന്നു. ഒരു യാക്കോബ കുടുംബത്തിലേക്ക് പിന്നെ വിവാഹം കഴിച്ച് അയക്കുവാൻ ഇടയായി. വിവാഹ ജീവിതം ദൈവകൃപയാൽ സമാധാനമായി കടന്നു പോന്നു. എന്നാൽ അതിന് മുൻപായി തന്നെ എൻ്റെ ഭവനത്തിന്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ എൻ്റെ സഹോദരന്മാരൊക്കെയും മദ്യപിക്കുന്ന സ്വഭാവമുള്ളവരാണ്. നമുക്കറിയാം, ഏതൊരു വിഷയങ്ങൾ വന്നാലും അവർക്ക് മദ്യം ഉണ്ടെങ്കിലേ അവരുടെ ആഘോഷങ്ങൾ പൂർത്തീകരിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ ചെറിയ പ്രായം മുതലേ ഇത് കണ്ടുവരുന്നത് കൊണ്ട് എനിക്ക് വളരെ വെറുപ്പുള്ള ഒരു സ്വഭാവമായിരുന്നു ഈ മദ്യപാനം. എന്നാലോ വഴക്കോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല. മദ്യപിക്കും, സന്തോഷമായിട്ട് എല്ലാവരും ഭക്ഷണം ഒരുക്കി കഴിക്കും, അങ്ങനെയൊക്കെ ഉള്ളൂ. എങ്കിലും എന്താണെന്നറിയത്തില്ല, എനിക്ക് എൻ്റെ മനസ്സിന് അതിനോട് ഭയങ്കര വിരോധമായിരുന്നു ഈ മദ്യപിക്കാൻ. പക്ഷെ ഞാൻ പൈതലാണ്, എനിക്കൊന്നും അതിനെക്കുറിച്ച് പറയാനൊന്നുമുള്ള കഴിവില്ല, അറിവില്ല. അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ ഒരു വിവാഹ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുന്ന സമയം കടന്നു വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് ഒരു മദ്യപാനിയായ ഒരു മകനെ തരരുത്, അങ്ങനെ ഒരു ഭർത്താവിനെ എനിക്ക് തരരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എങ്കിലും വിവാഹം യാക്കോബ കുടുംബത്തിലേക്ക് വിവാഹം കഴിഞ്ഞ് വന്നു. എന്നാൽ അവിടെയും നമുക്ക് കാണുവാൻ കഴിഞ്ഞത് മദ്യപാനം നന്നായുള്ള ഒരു കുടുംബത്തിലേക്കാണ് കടന്നു വരാൻ ഇടയായത്. എന്നാൽ അത് വളരെ മനസ്സിനെ വളരെ പിടിച്ചു കുലുക്കി. എങ്കിലും ആ ഒരു സാമുദായിക കെട്ടുപാടിൽ അതൊന്നും വലിയ ഒരു കാര്യമായിട്ട് ആരും വകവെക്കത്തില്ല. പക്ഷെ എന്താണെന്ന് അറിഞ്ഞുകൂടാ, എനിക്ക് അതിനോട് ചേരാനും ഒട്ടും സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിവാഹം കഴിഞ്ഞ് വന്ന കുടുംബത്തിലും അംഗങ്ങൾ ഏറെയുണ്ട്. 10-14 പേരുള്ള കുടുംബത്തിലേക്കാണ് കടന്നു വന്നത്. അന്നത്തെ കാലത്ത് ഒരു 3-4 മുറിയുള്ളൊരു ചെറിയ വീടാണ്. അങ്ങനെ ഇരിക്കുമ്പം മൂത്ത മോള് ജനിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങള് ഒരു വാടക വീട്ടിലേക്ക് താമസം മാറ്റി. അവിടെ താമസിച്ചുകൊണ്ട് ഞാൻ ദൈവത്തോട് അധികമായി പ്രാർത്ഥിക്കുവാൻ തക്കൊണ്ട് ഇടയായി. പലവിധമായ പ്രയാസങ്ങള് ഒരിക്കലും അംഗീകരിക്കുക. എന്നാൽ എനിക്ക് മദ്യപിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ഭക്ഷണത്തിനോ മറ്റുള്ള കാര്യത്തിനോ ഒന്നിനും ഒരു കുഴപ്പവുമില്ല. പക്ഷെ എനിക്ക് അതിനോട് ചേരാൻ കഴിയാത്തത് കൊണ്ട് വലിയ പ്രയാസമാണ്. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷെ അന്നത്തെ കാലത്തൊക്കെ ഞാൻ എപ്പോഴും മാതാവിനോടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. മാതാവിലുള്ള വിശ്വാസം, മാതാവിനോട് പ്രാർത്ഥന, മധ്യസ്ഥ കാണിക്കുക, അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനാ ജീവിതത്തിലാണ് ഞാൻ നിന്നിരുന്നത്. എങ്കിലും ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഈ ഒരു നിന്നൊരു വിടുതൽ കിട്ടുവാൻ വേണ്ടി വളരെ നാളുകൾ പ്രാർത്ഥിക്കേണ്ടി വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുഞ്ഞിന് പശുവിൻപാല് കുടിക്കുമ്പോൾ ഉള്ളതായ ഒരു അലർജിയിലേക്ക് കുഞ്ഞ് ആയിത്തീരുവാനിടയായി. അത് മനസ്സിനെ വളരെ വേദനിപ്പിച്ചു. തുച്ഛമായ വരുമാനം ലഭിക്കുമ്പോൾ തന്നെ അത് മരുന്ന് വാങ്ങിച്ച് ചിലവഴിച്ച് കളയുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. ഇതൊന്നും എവിടെ എന്താ തുടങ്ങണ്ടേ എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ വളരെ മനഭാരത്തോടെ നടന്നു. നമ്മൾ പള്ളിയിൽ നിൽക്കുന്ന സമയങ്ങളിൽ പള്ളിയിലെ പ്രാർത്ഥനകളെ, അതുപോലെ നേർച്ച കാഴ്ചകളെ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ വളരെ ശ്രദ്ധാലുവായിരുന്നു. ചെറുപ്പം മുതലേ പള്ളിയായിട്ടുള്ള ബന്ധത്തിലാണ് ഉറച്ചു നിൽക്കുന്നത്. അങ്ങനെ അനേക പള്ളികളിലൊക്കെ ഞാൻ കടന്നു പോയിട്ടുണ്ട്, കുഞ്ഞിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, നേർച്ച കാഴ്ചകൾക്ക് വേണ്ടിയൊക്കെ. പക്ഷെ ഇതിനകത്തൊന്നും ഒരു പൂർണ്ണമായൊരു വിടുതൽ ലഭിക്കാൻ കഴിയാതെ നിങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോൾ ദൈവത്തിന്റെ പ്ലാനും പദ്ധതികളും എന്നവണ്ണം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതൊന്നും അറിയുന്നുമില്ല. എന്നാൽ ആവോളം ഞാൻ പ്രാർത്ഥിക്കുന്നു, അത്രേ ഉള്ളൂ. എന്നാൽ ആ താമസത്തിനിടയിൽ ഈ തുച്ഛമായ വരുമാനം നമ്മൾ മരുന്നിന് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് വാടകയൊന്നും കൊടുക്കാനുള്ളതായ പ്രയാസമായി വരികയാണ്. അപ്പോൾ ഞാൻ കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, എനിക്കൊരു 2 സെന്റ് സ്ഥലം വാങ്ങിച്ചൊരു വീട്, ഒരു മുറി താമസിച്ച് ഞാൻ അവിടെ പ്രാർത്ഥിക്കാം. ഞാൻ ദൈവത്തോട് ഉടമ്പടി ചെയ്ത് ഇങ്ങനെയാണ്, ഞാൻ അവിടെ പ്രാർത്ഥിക്കാം, എനിക്ക് അങ്ങനെ ഒരു വീട് വേണം. ഞാൻ ഹിന്ദു കുടുംബത്തിന്റെ ചായ്പിലാണ് താമസിക്കുന്നത്. എന്തായാലും ഹൃദയത്തിന് ഞരക്കം കാണുന്ന ദൈവം ഒട്ടും താമസിക്കാതെ തന്നെ ഒരു 8-9 മാസം ആയപ്പോൾ തന്നെ കുറച്ച് സ്ഥലം ഞങ്ങൾക്ക് ഇവിടെ വാങ്ങിക്കുവാൻ ഇടയായി. അവിടെ ഒരു ചെറിയ ഒറ്റമുറി വീട് വെച്ച് ഞങ്ങൾ അവിടേക്ക് താമസം മാറി. ആ താമസത്തിൽ ഈ കുഞ്ഞിന്റെ അസ്വസ്ഥത വളരെ പ്രയാസമായി തീർന്നു. അത് ആ ഏരിയയും വളരെ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഏരിയ ആയിരുന്നു. ഒറ്റയ്ക്കുള്ള താമസം. എൻ്റെ കുടുംബത്തിൽ ഇത്രയും പേരുണ്ട്, വിവാഹം കഴിഞ്ഞ് വന്ന കുടുംബത്തിൽ അനേക ആൾക്കാരുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഒറ്റപ്പെട്ട അവസ്ഥയായി. കൂട്ടുകാരൻ ജോലിക്ക് പോയി കഴിയുമ്പോൾ ഈ കുഞ്ഞുമായി ഒറ്റപ്പെട്ട ഒരു ദേശത്ത് വന്ന് പാർക്കുന്ന അവസ്ഥ, അതൊക്കെ എന്നെ വളരെ ഭാരത്തിലേക്ക് നടിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയോ എന്തോ എന്താ പറയേണ്ടതെന്നും എനിക്ക് അറിഞ്ഞുകൂടാ.
ആ ഒരു സിറ്റുവേഷനിലേക്ക് കടന്നു വന്നു. അങ്ങനെ മുന്നോട്ട് കടന്നു വരുന്ന സന്ദർഭങ്ങളിൽ പലപ്പോഴും ദൈവത്തോട് ചോദിക്കും, കർത്താവെ, എങ്ങനെയാണ് എൻ്റെ മുന്നോട്ടുള്ളതായ ജീവിതം, എങ്ങനെ മുമ്പോട്ട് പോകണം? സ്ഥലം വാങ്ങിച്ചു, അതിന് അല്പം കടബാധ്യതയൊക്കെ വന്നു. ഇതെല്ലാം ദൈവ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുകയാണ്. അന്നേരം മാതാവിനോടാണ് പറയുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ. പക്ഷേ ആ പ്രാർത്ഥനയാണെങ്കിലും ചില സന്ദർഭങ്ങളിലൊക്കെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ചില ആശ്വാസകരമായ അവസ്ഥയിലേക്കൊക്കെ നടത്തപ്പെടും. ഒരു പ്രഭാത കാലം വരുമ്പോൾ നമ്മൾ ഈ ആത്മീയയാത്രയിലുള്ള വചനമുണ്ട് റേഡിയോയില്, അത് വെച്ച് കേൾക്കും. ആ വചനം കേൾക്കുന്ന വലിയ സന്തോഷമാണ്. പിന്നെ പോട്ട് അതേ ഉള്ളൊരു സന്തോഷത്തിനൊരു വഴി, ബാക്കിയൊന്നും പിന്നെ ചിന്തിക്കാനില്ല. അതേ ധ്യാനിച്ചും ഓർത്തുകൊണ്ടും ജീവിക്കുന്ന ആ സന്ദർഭങ്ങളിൽ പള്ളിയിൽ നിന്നും കുറച്ച് കുടുംബങ്ങള് മാറി, അവര് ഒരു മാനസാന്തരപ്പെട്ട മദ്യപാനമൊക്കെ ഉപേക്ഷിച്ച് അവർ കുറച്ച് പേര് മാറി ഒരു കൂട്ടായ്മ ആരംഭിച്ചു. ആ കൂട്ടായ്മ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളെയും അതിലേക്ക് വിളിച്ചു. കൂട്ടായ്മയാണ് ഞങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിലൂടെ എത്തപ്പെടാനുള്ള ഒരു മുഖാന്തരമായി തീർന്നു. അപ്പോൾ തന്നെ ഞാനൊരു ജോലിയിൽ പ്രവേശിക്കുകയും എനിക്ക് ഞായറാഴ്ച ദിവസം ജോലിക്ക് പോകേണ്ട ഒരു അവസ്ഥ എത്തുകയും ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ ആകെ ഉള്ളത് കൂട്ടായ്മയ്ക്കകത്ത് വന്ന് വചനം കേൾക്കുക, കൂട്ടമായി ഇരുന്ന് പ്രാർത്ഥിക്കുക. ആ ഒരു തുടക്കം എനിക്ക് വലിയ സന്തോഷമായിരുന്നു. കൂട്ടായ്മയോട് മുന്നോട്ട് പോകാൻ തക്കവണ്ണം ഇടയായി. അതുകൊണ്ട് എത്ര ക്ഷീണിച്ചുള്ള ജോലിയാണെങ്കിലും ജോലി കഴിഞ്ഞ് വന്ന് അന്നേരം ഒരുങ്ങി കൂട്ടായ്മയിലേക്ക്. അന്ന് കൂട്ടുദാസൻ കൂട്ടായ്മയിലേക്ക് വരാറില്ല, അതിനോട് അത്ര താല്പര്യം കാണിച്ചുമില്ല. എങ്കിലും പോകുന്നതിന് വിരോധമില്ല. അങ്ങനെ മുന്നോട്ട് നീങ്ങി. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭങ്ങളില് കുടുംബത്തിലുള്ളവരെ ആ ബാങ്കിന്റെ അവിടെ ഉണ്ടായിരുന്ന ആ സ്ഥലവും വീടും ഒക്കെ വിറ്റ് അവരെല്ലാവരും ഞങ്ങളോടൊപ്പം താമസിക്കാനായിട്ട് ഇവിടേക്ക് വന്നു. കാരണം സഹോദരിമാരുടെ വിവാഹം നടക്കേണ്ട ആവശ്യതയുണ്ടല്ലോ, അതുകൊണ്ട് അവർ ഇങ്ങോട്ട് താമസത്തിനായിട്ട് വന്നു. ആ സമയത്തും കൂട്ടായ്മയ്ക്ക് പോകാനുള്ളതായ ഒരു അവസരം എനിക്ക് ലഭിച്ചു. അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പം കുഞ്ഞിന്റെ വിഷയങ്ങൾക്ക് വേണ്ടി കൂട്ടായ്മയിൽ വന്ന ദൈവദാസന്മാരും നമ്മുടെ പ്രത്യേക ബിനാൻറ്റിക്ക് അറിയാമല്ലോ, നമ്മുടെ രാജാനും മോളമാൻ്റെയൊക്കെ വളരെ ശക്തമായി പ്രാർത്ഥിച്ചു. അങ്ങനെ വലിയതായ വലിയ പ്രയാസങ്ങളൊക്കെ നീങ്ങി മാറി സന്തോഷമായിട്ട് കൂട്ടായ്മ ആരംഭിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം ആരാധനയുടെ നടുവിലെ ദൈവശബ്ദം കേൾക്കുവാൻ എനിക്ക് ഇടയായിത്തീർന്നു. 1995 ജനുവരി 3, 4, 5 ദിവസങ്ങളില് CSI പള്ളിയുടെ ഹാളിൽ വെച്ച് ഒരു കൺവെൻഷൻ നടക്കുന്നുണ്ട്. ഞങ്ങൾ അവിടേക്ക് കടന്നുപോയി ആ കൺവെൻഷനിൽ സംബന്ധിക്കാൻ ഇടയായി. അവിടെ ഒടുവിലത്തെ ദിവസം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, രക്ഷിക്കപ്പെടാനുള്ളവരെ മുന്നോട്ട് കടന്നു വരണം, അവർ കൈ ഉയർത്തണം എന്നൊക്കെ പറഞ്ഞു. ആദ്യത്തെ എൻ്റെ അനുഭവമാണ്. ഞാൻ കൈ ഉയർത്തി ഒരു യാന്ത്രികമായിട്ട് അവിടേക്ക് മുന്നോട്ട് കടന്നു നിന്നു. ദേവദാസൻ പ്രാർത്ഥിച്ചു. അങ്ങനെ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതായ ആ ഒരു ഉറപ്പ് പ്രാപിപ്പാൻ, പ്രത്യേകമായി അത് ഓർത്തിരിക്കുവാൻ ഒക്കെ ഇടയായി. അന്നാണ് രക്ഷിക്കപ്പെടുന്നത്. പിന്നീടും കൂട്ടായ്മയ്ക്ക് അത് പെന്തക്കോസ്ത് പാസ്റ്റർമാർ വന്ന് ദൈവവചനം പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പം നമ്മളോട് ദൈവാത്മാവ് വചനത്തിൽ കൂടെ ഇടപെടാൻ തുടങ്ങി. അങ്ങനെയാണ് വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാനുള്ളതായ ഒരു ഭാഗ്യം ദൈവം എനിക്ക് തന്നത്. അത് വലിയൊരു അനുഭൂതിയായി, ഒരു ശക്തിയായി. പിന്നെ വചനം വിട്ട് ഒരു സമയം പോലും നമുക്ക് ആയിരിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു സന്ദർഭത്തിലേക്ക് കടന്നു. അങ്ങനെ ആ കൂട്ടായ്മ പ്രാർത്ഥനാ ലീഡറിന്റെ ഭവനത്തിലെ ആരാധനയായി നടക്കുവാനിടയായി. ഇപ്പോഴൊക്കെയും പള്ളിയിൽ നിന്ന് വലിയ പ്രതികൂലങ്ങൾ നേരിട്ടു. അവിടെ നിന്ന് നേരിട്ട് ചില വ്യക്തി ജീവിതങ്ങള് ഭവനത്തിൽ വന്ന് കൂട്ടായ്മ നിർത്തണം എന്നൊക്കെ വന്ന് പറയുവാൻ ഇടയായി. എങ്കിലും ആ വചനത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നത് ഒരിക്കലും നിർത്തുവാനുള്ളതായ ഒരു ചിന്ത എനിക്ക് വന്നില്ല. അതുകൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എനിക്ക് പറയാൻ പറ്റുന്നത് ഇത്രേ ഉള്ളൂ. ദൈവത്തിന്റെ വചനത്തിലെ സകലത്തിനും മറുപടി ഉണ്ട്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഒരു പാരമ്പര്യ ക്രിസ്ത്യാനിയായിരുന്ന എനിക്ക്, ശരിയാവണ്ണം പ്രാർത്ഥിപ്പാൻ അറിഞ്ഞുകൂടാത്ത എനിക്ക്, ആ ഹൃദയഭാരത്തോടെ ദൈവവചനത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ അനുഭവിക്കുന്നതായ ആ ഭാരം എടുത്തു മാറ്റുന്ന അവസ്ഥ, അത് ഞാൻ അനുഭവപ്പെടുക. ഇന്നും എനിക്ക്
എന്താണ് അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നും പറഞ്ഞു തരാൻ എനിക്ക് അറിയുന്നില്ല. അതുപോലുള്ള ഒരു ദൈവവചനവുമായിട്ടുള്ള ആഴമായ ഒരു ബന്ധം, ദൈവ ശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് ആവശ്യമുള്ളത് എനിക്ക് എൻ്റെ കർത്താവ് തരുന്നു എന്നുള്ളതായ ആ ഒരു ആഴത്തിലേക്ക് ഇറങ്ങുവാനൊക്കെയും ദൈവാത്മാവ് എന്നെ സഹായിച്ചു. വലിയ അനുഗ്രഹമായി തോന്നി. ഭാരമില്ലാത്ത ജീവിതം, അത് പുറത്ത് പ്രതികൂലങ്ങൾ നിൽക്കുമ്പോഴും ഹൃദയം ഫ്രീ ആയി പോകുന്ന ഒരു അനുഭവത്തിലേക്ക് എനിക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ നാളുകൾ മുമ്പോട്ട് നീങ്ങി ചില നാളുകൾക്ക് ശേഷം കുഞ്ഞിന്റെ വിവാഹം നടക്കുവാനുള്ള സന്ദർഭത്തിലേക്ക് കടന്നു വന്നു. അപ്പൊ സ്നാനപ്പെടുന്നതിനെ കുറിച്ചുള്ളതായ ഒരു ചിന്ത ദേവദാസന്മാര് പറയുന്നുണ്ട്. ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു ചിന്ത വന്നു. പക്ഷെ ഞാൻ എപ്പോഴും സ്നാനത്തിനെതിരായിരുന്നു. കാരണം ഞാൻ പള്ളിയിലെ മാമോദിസ ഒക്കെ സ്വീകരിച്ച വ്യക്തിയാണ്. എനിക്ക് അതിന്റെ ആവശ്യമില്ല എന്നുള്ളതായ ഒരു ഉറപ്പ് പ്രാപിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. അതിങ്ങനെ ഹൃദയത്തിന്റെ അകതാരിൽ ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ട്. കാരണം കുഞ്ഞുനാളില് നമ്മളെ പഠിപ്പിക്കുമ്പം പ്രത്യേകം പറയും പെന്തക്കോസ്തിലൊന്നും പോകാൻ പാടില്ല. അങ്ങനെ പ്രത്യേകം ചെറുപ്പത്തിലെ ഒരു പഠനം കൂടെ ഒക്കെ തന്നു വിട്ടേക്കുന്നുണ്ട്. ഇത് ആഴമായി ഇങ്ങനെ കിടക്കുക, അതുകൊണ്ട് സ്നാനപ്പെടുന്ന വിഷയമേ ഇല്ല എന്ന തീരുമാനം എടുത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ ഇരിക്കുമ്പം ആ ചിന്ത മനസ്സിൽ കിടന്നുകൊണ്ട് കുഞ്ഞിനെ വിവാഹം നടത്തി വിടാനുള്ള സമയത്തിലേക്ക് ഞങ്ങള് കടന്നു വന്നു. ആഗ്രഹമുണ്ട് അകത്തളങ്ങളില്, പക്ഷെങ്കില് വിവാഹം പള്ളിയിൽ നടത്തണം എന്നുള്ള ആ ഒരു ഉറപ്പിലേക്ക് വന്ന് ഓർത്തഡോക്സിൽ തന്നെയുള്ള ഒരു യുവാവുമായി വിവാഹം ഉറപ്പിച്ചു. അങ്ങനെ എത്രയും വേഗം ആ വിവാഹം നടക്കുവാനിടയായി. അവരെ അവിടേക്ക് പോയി. അപ്പം നമുക്ക് മുന്നമേ കിട്ടിയ അറിവും പ്രകാരം നല്ല വിവാഹങ്ങളൊന്നും ലഭിക്കത്തില്ല എന്നുള്ളതായ ആ ഒരു പഠനമാണ് എന്നെ ആ ഒരു അവസ്ഥയിലേക്ക് ആക്കി തീർത്തത്. ഞാന് വിവാഹത്തിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വിവാഹം നടക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു എനിക്കൊരു മദ്യപാനിയെ ലഭിക്കരുത്. എന്നാൽ മദ്യപിക്കുന്ന വ്യക്തിയെ കിട്ടി. എന്നാൽ പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് വന്ന് അതിൽ നിന്ന് ഒരു മോചനം പ്രാപിച്ച് മുന്നോട്ട് നീങ്ങി. ഇപ്പോൾ കുഞ്ഞിനെ പാരമ്പര്യത്തിൽ തന്നെ വിവാഹം നടത്തണം എന്നുള്ള ഉറപ്പ് വെച്ചുകൊണ്ട് മറ്റുള്ളവരെ പേടിച്ചും ഭയന്നും ആ വിവാഹം നടത്തുവാൻ ഇടയായി. പക്ഷെ എന്താണ് സംഭവിച്ചത്? അവൾക്ക് കിട്ടിയതായ ആ കൂട്ടുദാസനും നന്നായി മദ്യപിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൂടെ നമ്മൾ അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ആകെ വലിയ പ്രയാസം തോന്നി. ഞാൻ ദൈവത്തിൽ നിന്നും മാറിപ്പോയതുകൊണ്ടാണോ? ദൈവം എന്നോട് കൽപ്പിച്ചത് ഞാൻ അനുസരിക്കാനായിട്ടാണോ? എന്താണ് ഇതിന്റെയൊക്കെ പിന്നില്? വളരെ പ്രയാസങ്ങള്, പ്രതികൂലങ്ങള് അവിടെ തുടങ്ങി. മദ്യപിച്ച് കഴിഞ്ഞാല് ശരിക്കും പൈശാചിന്റെ പ്രവർത്തനങ്ങളും, മദ്യപാനം ഇല്ലാതിരുന്നാല് നിഷ്കളങ്കമായ ഒരു കുഞ്ഞിന്റെ പ്രവർത്തനങ്ങളുമായി നിൽക്കുന്ന ഒരു മകനെയാണ് ദൈവം ഞങ്ങൾക്ക് തന്നത്. പക്ഷെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല എന്നുള്ളതായ ആ വചനം എന്നെ ഉറപ്പിച്ചതുകൊണ്ട് ദൈവസന്നിധിയിലെ പിന്നെയും ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കോണം ഇടയായി. ദൈവസഭ ഒന്നടങ്കം പ്രാർത്ഥിച്ചു. ഈ പറഞ്ഞതുപോലെ വീരാന്റിയൊക്കെ പറയുന്നുണ്ടല്ലോ എന്നെ പരിചയമുണ്ടെന്നും. ആ എത്ര വർഷം അവിടെ പ്രാർത്ഥനയ്ക്ക് വന്നു, ആ ഒറ്റ ദിവസം പോലും ഒരു പ്രാർത്ഥനയ്ക്ക് പോലും തോമസ് പാസ്റ്റർ പ്രാർത്ഥിക്കാതിരുന്നിട്ടില്ല ആ ഒരു വിഷയത്തിന് വേണ്ടി. തിരക്കുകയും അന്വേഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. വീരാന്റി അതുപോലെ തന്നെ, അതുപോലെ മോളമേരി, രാജാൻ, ഇവരൊക്കെ ആ നാളുകളില് അനവധി വിഷയങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുമായിരുന്നു. ഞാനത് എപ്പോഴും നന്ദിയോടെ ഓർക്കുന്നുണ്ട്. ആരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവരെയൊക്കെ ഞാൻ ദൈവസന്നിധി സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവരെ കർത്താവേ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്നുള്ള ഒരു നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയാണ് ഈ സമയം വരെയും ഞാൻ ആയിരിക്കുന്നത്. അങ്ങനെ ആ മദ്യപാനം തുടർന്നുകൊണ്ടേയിരുന്നു. കുഞ്ഞുങ്ങള് 3 പേരായി. 3 കുഞ്ഞുങ്ങള് ജനിച്ചു കഴിഞ്ഞപ്പോഴും മരുമകൻ മദ്യപാനത്തിൽ തന്നെ തുടരുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ കൂട്ടു സഹോദരിമാര് പ്രാർത്ഥിക്കുന്നുണ്ട്, ദേവദാസന്മാര്, പിന്നെ വന്നതായ ദേവദാസന്മാർ എല്ലാവരും ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ തന്നെ ആ കുടുംബത്തിനകത്ത് ഇവള് സ്ഥാനപ്പെട്ട വ്യക്തിയാണ്. അതിനിടയ്ക്ക് പറയട്ടെ, സുമി അവധിക്കാലം ചെലവഴിക്കാനായിട്ട് 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ജ്യേഷ്ഠതകളുടെ വീട്ടിൽ പോയി താമസിച്ച സമയത്ത് അവര് ബന്ധുക്കോസിലായിരുന്നു. അവരുടെ ദേവദാസന്മാര് സുവിശേഷം പറഞ്ഞു. സുമി അങ്ങനെ അവിടെ സ്ഥാനപ്പെടുവാനിടയായി. അതിനുശേഷം
അവള് ആഭരണമൊക്കെ ഊരി സ്നാനപ്പെട്ട് വന്നു. പക്ഷെ നമ്മുടെ കൂട്ടായ്മയ്ക്കകത്ത് ആരും സ്നാനപ്പെട്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ അങ്ങനെ നിൽക്കാൻ പറ്റുന്നത്? അതുകൊണ്ട് നീ ആഭരണം ഇടണം എന്ന് പറഞ്ഞ് ഞാൻ തന്നെ അവളെ ഊരി ആഭരണം വീണ്ടും ഇടുവാനായിട്ട് നിർബന്ധിച്ചു. അങ്ങനെയാണ് ആദ്യം അവളാണ് ഈ കുടുംബത്തിൽ സ്നാനപ്പെട്ടത്. പക്ഷെ അതിനെ ഞാൻ അംഗീകരിക്കാതെ കൂട്ടായ്മ നിൽക്കുന്ന വ്യക്തി ജീവിതങ്ങളെ കണ്ടുകൊണ്ട് അങ്ങനെ പുറകോട്ട് വലിച്ചു. അതിനുശേഷമാണ് വിവാഹം നടക്കുന്നത്. അതിനുശേഷമാണ് ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. അപ്പൊ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഞാൻ സ്നാനപ്പെടാം, എൻ്റെ കൂട്ടുദാസൻ ആദ്യം സ്നാനപ്പെടണം, എങ്കിൽ ഞാൻ സ്നാനപ്പെടാം. ഞാൻ എപ്പോഴും ദൈവത്തോടൊരു ബാധിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അന്നും ഇപ്പോഴും ഞാനൊരു പ്രാർത്ഥനാ വിഷയം വെച്ച് അതെനിക്ക് സാധിപ്പിച്ച് കിട്ടുന്ന വരെയും ബാധിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു സ്വഭാവം. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു, എൻ്റെ കൂട്ടുദാസൻ പോയി. ഒരിക്കലും അദ്ദേഹം പ്രാർത്ഥനയ്ക്കകത്തും വരത്തില്ല, സ്നാനപ്പെടാനും പോകുന്നില്ല, ഒന്നുമില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ അങ്ങനെ പഠിച്ചു വെച്ചിട്ടാണ് ഞാൻ ദൈവത്തോട് ഈ വാദിക്കുന്നത്. അപ്പൊ ഞാൻ ദൈവത്തോട് പറഞ്ഞു, അങ്ങനെ സ്നാനപ്പെടുവാണെങ്കിൽ ഞാനും വരാം. അപ്പൊ ഒരിക്കലും അദ്ദേഹം അത് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള ഉറപ്പോടെ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ എനിക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ, ഒരു കുടുക്ക് പോലെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം സംഭവിച്ചത് എന്തെന്ന് വെച്ചാല്, ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറയുമ്പോൾ ആരും കേട്ടിട്ടില്ല, ആരുമില്ല, കുഞ്ഞുങ്ങൾ പോലും കേട്ടിട്ടില്ല. പക്ഷെങ്കില് ഇദ്ദേഹം ഇരിക്കുമ്പം ഇദ്ദേഹം ഒരു ദിവസം ഞാനും ദൈവവുമായിട്ട് പറഞ്ഞ ഈ ഉടമ്പടി ആരും കേട്ടിട്ടില്ല. ഞാനൊരു കുടുക്ക് ഇത് പറഞ്ഞ് നിൽക്കുകയാണ്, ഞാൻ രക്ഷപ്പെട്ട പോലെ നിൽക്കുക. അങ്ങനെ ഇരിക്കുമ്പം ഇദ്ദേഹം ഒരു ദിവസം ഇതുപോലെ എന്നെ കൊച്ചു പോയതുപോലെ എറണാകുളത്തിന് പോയി. അവിടെ എന്നെ സാംകുട്ടി പാസ്റ്ററാണ് അവിടെ വചന ശുശ്രൂഷിക്കുന്നത്. അവിടെ ചെന്ന് കൂട്ടായ്മയ്ക്കകത്ത് കടന്നുപോയ സമയം കൊണ്ട് പാസ്റ്റർ സുവിശേഷം പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞതനുസരിച്ച് ഇദ്ദേഹം അവിടെ സ്നാനപ്പെട്ടു. ഞാൻ അറിയുന്നില്ല. അപ്പൊ ഞാൻ ദൈവത്തോട് പറഞ്ഞ ഉടമ്പടി ആരും അറിഞ്ഞിട്ടില്ല. ഞാൻ ധൈര്യത്തോടെ നിൽക്കുക. പക്ഷെ പോയിട്ട് വന്ന കൂട്ടുദാസൻ പറഞ്ഞു, ഞാൻ സ്നാനപ്പെട്ട് വരുവാന്ന്. എൻ്റെ ചങ്കിനകത്തൊരു ഇനി ഞാനും സ്നാനപ്പെടണമല്ലോ എന്നുള്ള ഒരു ചിന്താഗതിയായി. പക്ഷെ എങ്കിലും വചനത്തിന്റെ ആഴങ്ങളിലേക്ക് പിന്നെയും ഇറങ്ങാൻ കുറെ സമയം കൂടെ എടുത്തു. ഞാനൊരു ഒരു വചനം അങ്ങനെ തന്നെയാണോ എന്ന് നിർബന്ധമായും കണ്ടുപിടിക്കും തിരുവനന്തപുരത്തിന്. എങ്കിൽ മാത്രമേ, ആരെങ്കിലും പറയുന്നത് കൊണ്ട് മാത്രമല്ല, വചനത്തിൽ അതുണ്ടോ ഇല്ലയോ എന്നും കൂടെ ഒന്നുകൂടെ ഉറപ്പാക്കിയിട്ട് അത് അങ്ങനെ തന്നെയാണോ എന്ന് ദൈവത്തോട് ചോദിച്ചിട്ട് മുന്നോട്ട് നീങ്ങും. ഞാൻ ചോദിച്ചു, കർത്താവ്, ഞാൻ സ്നാനപ്പെട്ട വ്യക്തിയല്ലേ, വെള്ളത്താൽ സ്നാനപ്പെട്ടല്ലേ, ഞാൻ വിശ്വസിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ദൈവം എന്നോട് സംസാരിച്ചപ്പം പറഞ്ഞു, പിന്നെ കുളിക്കാൻ പറയുമ്പം തോർത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, തോർത്തുന്നത് കുളിച്ചു കഴിഞ്ഞിട്ടാണ്. അങ്ങനെ ചില കൂടെ സംസാരിച്ച് അങ്ങനെ എന്നെ കൊണ്ട് ഉറപ്പായി. പിന്നെ ചില ദർശനങ്ങളിലൂടെ ദൈവം എന്നോട് ഇടപെട്ടു, സ്നാനപ്പെട്ടേ മതിയാകും എന്നുള്ള അവസ്ഥയിൽ. അങ്ങനെ ഞാൻ എപ്പോഴും പറയുന്നത്, ഒരു വ്യക്തി ഒരു പാരമ്പര്യത്തിന്റെ ഇതിൽ നിന്നിട്ട് ഉറച്ച് അടിവരെ ഇട്ട് ഉറച്ചു നിൽക്കുന്ന ഏതൊരു വ്യക്തിയും എന്നെ ഇപ്പം കേൾക്കുന്നുണ്ടെങ്കിൽ, ഒരു കാരണവശാലും നിങ്ങൾ ആരും എന്നെ പോലെ ആയി പോകാതെ, പിടിവാശിയായിട്ട് നിൽക്കാതെ, ദൈവവചനം നിങ്ങളോട് എന്ത് സംസാരിച്ചോ അത് പ്രകാരം അനുസരിച്ചെന്നാല് നമ്മുടെ അനുഗ്രഹങ്ങൾ അത്രയും നേരത്തെ തൊട്ട് നമുക്ക് ലഭിക്കാൻ ഇടയാകും. അതല്ലെങ്കിൽ നമ്മുടെ അനുഗ്രഹവും താമസിക്കും, നമുക്ക് മുന്നോട്ട് വരാനും പ്രയാസം വരും. ഞാൻ ഒരുപാട് വാദിച്ച വ്യക്തി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. എന്നാൽ ഈ സംഭവത്തിന് ശേഷം ഞാൻ ദൈവത്തോട് പറഞ്ഞ ഉടമ്പടി ഞാൻ തീരുമാനമെടുത്തു. ഈ മോളുടെ വിവാഹം നടത്തി, വീട്ടുകാരെ പേടിച്ചിട്ട് കുഞ്ഞിനെ പള്ളിയിൽ വെച്ച് കല്യാണം നടത്തി. അത് ശരിക്കും മദ്യപിക്കുന്ന ഒരു വ്യക്തിയെ കിട്ടി. അതിനുശേഷം ഈ സംഭവങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഞാൻ സ്നാനപ്പെടാൻ തീരുമാനമെടുത്തു. അപ്പോൾ ദൈവവചനം കേൾക്കുന്നതൊക്കെയും കൂടെ ജോലി ചെയ്യുന്ന കുഞ്ഞുങ്ങളോട് പറയുന്ന ഒരു സ്വഭാവം, കർത്താവ് നമ്മുടെ ഉള്ളിലേക്ക് തന്നതായ വിശ്വാസത്തിന്റെ വചനം യഥാർത്ഥമായും യേശുക്രിസ്തുവാണ് രക്ഷകൻ എന്നുള്ളതായ ബോധ്യം എനിക്ക് ലഭിച്ച അന്ന് മുതൽ ഞാൻ എന്നോടൊപ്പം ജോലി ചെയ്യുന്ന എല്ലാ കുഞ്ഞുങ്ങളോടും ഞാൻ ഈ കാര്യം ഏതെങ്കിലുമൊക്കെ സമയത്ത് പറയും. അങ്ങനെയാണ് എന്നോടൊപ്പം കൂടെ നിന്ന് ജോലി ചെയ്ത രജനി സഹോദരി എന്നോടൊപ്പം വന്നത്. ഞങ്ങൾ തമ്മിൽ എന്ത് വിഷയം ദേവദാസന്മാര് കൂട്ടായ്മ പറയുന്നു അത് ഞങ്ങൾ തമ്മിൽ പങ്കുവെക്കും. അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ചിന്തിച്ചു, ഇവൾക്കും സ്നാനം ആവശ്യമാണല്ലോ, അപ്പൊ ഞങ്ങൾ രണ്ടുപേരും സ്നാനപ്പെട്ടേ മതിയാകും. അതിനുവേണ്ടി ഞങ്ങൾ സമയം നോക്കിക്കൊണ്ടേയിരുന്നു. അതിന് വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുത്തില്ല. ഞങ്ങൾ രണ്ടുപേരും പോയി സ്നാനപ്പെട്ട് വന്നു. അതിനോടുകൂടി രജനിയുടെ കുടുംബത്തിലും പ്രതികൂലങ്ങള്
തുടങ്ങി. അപ്പൊ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, സ്നാനത്തിനോട് താല്പര്യപ്പെടാൻ വ്യക്തിയാണ്. ദൈവവചനമാണ് എന്നെ അതിലേക്ക് ഇറക്കിയത്. ചില ദർശനങ്ങൾ എനിക്ക് ദൈവം തന്നു. സ്നാനപ്പെട്ടേ മതിയാവുള്ളൂ എന്നുള്ള ദർശനങ്ങൾ തന്നു. തിരിച്ചും മറിച്ചും കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയെടുത്തു. വചനം എന്നോട് അതുപോലെ തന്നെ ഇടപെട്ടു. പിന്നെ മരിച്ച് അടക്കപ്പെടുന്ന ആ സ്നാനം, പാപത്തിന് മരിച്ച് അടക്കപ്പെടുന്ന സ്നാനം, കർത്താവ് യേശുക്രിസ്തു 3 ദിവസം കല്ലറയ്ക്കുള്ളിൽ ഇരുന്ന് അടക്കപ്പെട്ട അവസ്ഥ, അത് നമ്മള് പാപത്തിന് മരിച്ച് വെള്ളത്തിനടിയിൽ അടക്കപ്പെട്ട് ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കുന്ന ആ ഒരു സ്നാനം ആവശ്യമാണെന്നുള്ള ഉറപ്പ് പൂർണ്ണമായിട്ടും ഞാൻ ഏറ്റെടുത്തുകൊണ്ട് ഒരു വിശ്വാസത്തിന്റെ പൂർണ്ണതയിലേക്ക് കടന്നു വന്നാണ് ഞാൻ സ്നാനം സ്വീകരിക്കാൻ ഇടയായത്. ഇത് ഇത്രത്തോളം പറയുമ്പോൾ ഞാൻ അന്ന് നിന്ന നാളുകൾ, വർഷങ്ങൾ ഞാൻ ഇതിനു വേണ്ടി പുറകോട്ട് നിന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ആരെങ്കിലും, എന്നെ കേൾക്കുന്ന ആരെങ്കിലും സ്നാനപ്പെടണമെന്നുള്ളതായ ദൈവാലോചന വന്നിട്ട്, സ്നാനം ദൈവാലോചനയാണ്. ആ ദൈവാലോചന കിട്ടിയിട്ട് ആരും സമയം കളയരുത്. അനുഗ്രഹത്തിന് തടസ്സം ഉണ്ടാകാതെ എത്രയും വേഗത്തില് ആ മരിച്ച് അടക്കപ്പെടുന്നതായ കർത്താവിനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കുന്നതായ ആ സ്നാനം നമ്മൾ സ്വീകരിച്ചേ മതിയാകും. വിശ്വാസം അകത്ത് നിറയുമ്പോൾ അത് ചെയ്യണം. വിശ്വാസമില്ലാതെ സ്നാനപ്പെട്ടിട്ടും കാര്യമില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എനിക്ക് കടന്നു വരുവാൻ ദൈവമായ കർത്താവ് എനിക്ക് ഇടയാക്കി. ഞാൻ പറഞ്ഞല്ലോ, ഈ മോളുടെ അലർജിയുടെ അസ്വസ്ഥത മുഖാന്തരം അവളുടെ രോഗത്തിന് വേണ്ടി പലപ്പോഴും ഞാൻ കഷ്ടപ്പെട്ട രാത്രികൾ, അനവധി രാത്രികൾ ഇവിടെ അവസ്ഥകളിലൂടെ കടന്നു വരുമ്പോൾ ഞാൻ കഷ്ടപ്പെട്ടു. ഒരു രാത്രികാലം, ഒരു സാക്ഷ്യം എടുത്തു പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് നീങ്ങാൻ ആഗ്രഹിക്കുന്നു. ഒരു രാത്രികാലം വലിയ മഴയും പ്രതികൂലങ്ങളുള്ള ഒരു രാത്രികാലം കുഞ്ഞിന് ഇതുപോലെ തന്നെ ശ്വാസം മുട്ടിന്റെ അസ്വസ്ഥത തുടങ്ങി. ഞാനും കൂട്ടുദാസനും കൂടെ ഈ കുഞ്ഞിനെ എടുത്ത്, ഒരു കുട മാത്രമേ ഉള്ളൂ കയ്യില്, അതുമായിട്ട് എറിച്ചടിച്ച് വരുന്ന മഴ, ഞങ്ങൾ ആ കുഞ്ഞിനെ കൊണ്ട് 2 ക്ലിനിക്കിൽ കൊണ്ടുവന്നു. 2 ക്ലിനിക്കില്, ഒന്ന് വല്ലഭശ്ശേരിയുടെ ക്ലിനിക്കിലും ഒന്ന് ഇവിടെ ഏന്തെങ്കിലും ക്ലിനിക്കിലും. 2 സ്ഥലത്തും അവര് അതിൽ തുറന്നില്ല. കുറെ സമയം വിളിച്ചിട്ടൊന്നും അതുകൊണ്ടില്ല. കുഞ്ഞങ്ങ് ശ്വാസം മുട്ടി വല്ലാതെ ഭയങ്കര കോരി ചൊരിയുന്ന മഴയും. ഈ മഴയത്ത് കൊണ്ടുപോയിട്ട് ഈ കുഞ്ഞിന് മരുന്നും കിട്ടാതെ വന്നപ്പോൾ ഞങ്ങൾ 2 പേരും വീട്ടിൽ കൊണ്ടുവന്ന് ഈ കുഞ്ഞിനെ കിടത്തിയോട് ഞാൻ കർത്താവിനോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, ഇനിയും അങ്ങയുടെ ഹിതം ഇവിടെ നിവർത്തിക്കുക. കാരണം മരിച്ചെങ്കിൽ അത്രമാത്രം ശ്വാസം മുട്ടി നിൽക്കുന്ന അവസ്ഥയാണ് കാണുന്നത് എന്ന് ഞാൻ പറയുവാൻ ഇടയായി തീർന്നെന്ന് പറയുക. പക്ഷെ ഞാൻ ആ 2-3 ദിവസത്തെ ക്ഷീണം കൊണ്ട് ഞാൻ കിടന്ന് ഉറങ്ങി. ഞാൻ നേരം എടുത്ത് നോക്കുമ്പോ എന്നോട് പിശാച് പറയുന്നത് രാവിലെ കാലം എഴുന്നേൽക്കുമ്പോ നിന്റെ കുഞ്ഞ് മരിച്ചു കിടക്കുന്നു. പക്ഷെ നേരം എടുത്ത് എഴുന്നേൽക്കുമ്പോ ഞാൻ നോക്കുമ്പോ ആദ്യം നോക്കിയത് കുഞ്ഞിന് ജീവനുണ്ടോന്ന്. അപ്പം ആ ജീവനുണ്ടോ നോക്കുമ്പം കുഞ്ഞ് ശ്വാസം വിടുന്നതാണ് ഞാൻ കാണുന്നത്. അങ്ങനെ മരണത്തിന് വേണ്ടി തള്ളിവിട്ട യശയ്യാപ്രവചനത്തിൽ ഇങ്ങനെ പറയുന്നു, പെറ്റമ്മ ഉപേക്ഷിക്കുന്നു, അവൾ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല എന്ന്. ദൈവവചനം പോലെ അവളെ ദൈവം കണ്ടിരുന്നത് കൊണ്ട് അവൾ ആ ഒരു അസ്വസ്ഥതയിലും ആ പ്രതികൂലത്തിലും മരുന്നില്ലാഞ്ഞിട്ടും അവൾക്ക് ജീവൻ മടക്കി കൊടുത്ത ദൈവത്തിന് ഞാൻ ഓടാനുകൂടി നന്ദിയും സ്തുതിയും കരയറ്റുകയാണ്. അപ്പോൾ തന്നെ ഈ ഒരു അവസ്ഥയിൽ ഒരു നാളിലും ഇവൾക്ക് ഒരു വിവാഹ ജീവിതമോ ഒരു കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന അവസ്ഥ ഇതൊന്നും നടക്കുമെന്ന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അതുപോലുള്ള അവസ്ഥയിലൂടെ കുഞ്ഞ് കടന്നു പോയിക്കൊണ്ടിരുന്നു. ഇന്ന് ദൈവത്തിന്റെ കൃപയാൽ അവൾക്ക് 3 മക്കളുടെ അമ്മയായി തീരുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കി. ശരിക്കും ഈ കുഞ്ഞിന്റെ ഈ രോഗാവസ്ഥ എന്നെ ഈ ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ഒരു മുഖാന്തരം കൂടെ ആയി തീർന്നു. അതിനു മുൻപായി എൻ്റെ നിർബന്ധ ബുദ്ധിയും എൻ്റെ പിന്നോട്ടുള്ള നോട്ടവുമാണ് എന്നെ കടന്നു വരാൻ താമസം ഉണ്ടാക്കിയത്. അത് ഞാൻ ദൈവത്തോട് ക്ഷമ ചോദിക്കുകയാണ്. മുന്നോട്ട് വന്നായ ആ നാളുകളിലെ കൂട്ടായ്മ ശക്തമായി നടക്കുന്നു, വചനങ്ങള് നന്നായി നമുക്ക് ലഭിക്കുന്നു. എന്നാൽ എവിടെ പോയി ഇനി ആരാധനയ്ക്കായി ഒരു ചർച്ച് കണ്ടെത്തും? ഞാൻ കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, ഞാനൊരു വേറൊരു ചർച്ചിലേക്ക് ഞാൻ പോകത്തില്ല, എനിക്ക് ഒരു ചർച്ച് തന്നേ മതിയാവുള്ളൂ. ഇതൊന്നും ആരും കേൾക്കുകയല്ല പറയുന്നത് കേട്ടോ. ഞാനിപ്പോ സാക്ഷ്യം പറഞ്ഞപ്പോ എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഒരു ചർച്ച് ഞങ്ങൾക്ക് തരണം, വേറൊരു പെന്തക്കോസ് ആളിലേക്ക് പോകത്തില്ല. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എൻ്റെ കൂട്ടു സഹോദരന്മാരും ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ അവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ ആരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞില്ല. കാരണം പള്ളിയിൽ നിന്ന് വിട്ടു പോന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ആകെ ചിന്തയായിപ്പോയി. മറ്റുള്ളവർ പറയുന്നതൊക്കെ എന്തായിരിക്കും, എവിടെയായിരിക്കും, എങ്ങനെയായിരിക്കും ഒന്നും അറിയാൻ പറ്റില്ല. പക്ഷെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്.
ഏതൊരു വിഷയം നമ്മുടെ മനഭാരം നമ്മുടെ ഉള്ളിൽ വന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ കർത്താവ് അതിൻ്റെ മേൽ ഇറങ്ങി പ്രവർത്തിക്കും. കണ്ണുനീരിന് മറികടക്കാത്ത ദൈവം നമ്മുടെ ഏത് വിഷയത്തിലാണ് പ്രവർത്തിക്കാൻ പറ്റാത്തത്? ഒരു വിഷയം പോലുമില്ല കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റാത്തതായി ഒരു വിഷയം പോലും ഇല്ല. ഞാനത് ഉറച്ചു വിശ്വസിക്കുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കർത്താവിനോട് അങ്ങനെ പറഞ്ഞത് ആ വാക്കും പ്രകാരം കർത്താവ് ചില ദൈവദാസന്മാരെ, ചില സഹോദരിമാരെ ഒക്കെ ദൈവം ഉണർത്തി അതിനുണ്ടതായ കാര്യങ്ങളൊക്കെയും ദൈവം ഒരുക്കി ആ തക്ക സമയത്ത് ഒരു ചെറിയ ആലയം ഒരുക്കി തരുവാൻ തക്കവണ്ണം ഇടയായി. ഞാൻ ഇത് പറയുന്നതിനാല് എൻ്റെ സാക്ഷ്യം പറയുന്നതിനകത്ത് എൻ്റെ മനഭാരം നീക്കിയ കർത്താവിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ അതുപോലെ ഭാരപ്പെട്ട വിഷയങ്ങളാണ് ഇതെല്ലാം. അത്രമാത്രം രീതിയിൽ നിന്നതിന് ശേഷം പുറത്തിറങ്ങി വരുമ്പോൾ ഏതെല്ലാം തലങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്, എല്ലാം മറ്റും പറയാൻ സാധിക്കത്തില്ല. അങ്ങനെ മുന്നോട്ട് വന്നു ഒരു ആലയം നമുക്ക് ലഭിച്ചു. ഇപ്പോൾ ഒറ്റ ഒരാഗ്രഹം അന്ന് ലഭിച്ചതുപോലെ ഈ രക്ഷയുടെ സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കണം. ആത്മാവിന്റെ വലിയ നിർബന്ധം ഉള്ളത്തിൽ അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ്. അതിനുള്ളതായ അവസരം വേണം. അപ്പോൾ എങ്ങനെ പറയണം, എന്ത് പറയണം ഒന്നും അറിഞ്ഞുകൂടാ. പക്ഷെ ആഗ്രഹമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു കൂട്ടു സഹോദരിയായിട്ട് ഞങ്ങൾ ഇതേക്കുറിച്ച് പങ്കുവെച്ചപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ പ്രാർത്ഥിച്ചു. നിമിഷ നേരങ്ങൾ കൊണ്ട് ആ പ്രാർത്ഥനയും ദൈവസന്നിധിയിലെത്തി. ഉടനടി ഒരു മറുപടി. ഒരു 10 വയസ്സ് പോലും ഞങ്ങൾ മുടക്കാതെ അതിനുവേണ്ട ഒരു സിസ്റ്റം വേറൊരു വ്യക്തിയിലൂടെ അത് കരങ്ങളിൽ എത്തുവാനും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ പിറ്റേ ആഴ്ച തന്നെ സംഭവത്തിന് പൂർത്തീകരണം വന്നു. അങ്ങനെ ദൈവത്തോട് നമ്മൾ ഏതൊരു കാര്യം അപേക്ഷിക്കുന്നുവോ, എന്നാൽ ഞാൻ ഈ ലോകത്തിന് വേണ്ടി അങ്ങനെ ഒന്നും നിർബന്ധം പിടിച്ച ഒന്നും ചോദിക്കാറില്ല. എന്നാൽ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി എന്തൊരാഗ്രഹം ദൈവകരങ്ങളിൽ വെക്കുന്നുവോ അതിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ എനിക്ക് ഇന്ന് വരെയും ദൈവം ഇടയാക്കി. അതുകൊണ്ട് ആ ഒരു സിസ്റ്റവുമായിട്ട് ഞങ്ങൾക്ക് കടന്നുപോയി. ഓരോ ജംഗ്ഷനുകളിലും ഓരോ ഇടുങ്ങിയ മെയിൻ റോഡുകളിലൊക്കെ ദേവദാസന്മാർ വന്ന് പ്രസംഗിക്കുന്നുണ്ട്. എന്നാൽ ഇടുങ്ങിയ വഴികളിലൂടെ ഈ ബോക്സ് തൂക്കിയെടുത്ത് കടന്നുപോയി അനേക ഭവനങ്ങളിൽ പോയി നിന്ന് ദൈവവചനം വിളിച്ചറിയിക്കുവാൻ ദൈവമായ കർത്താവ് അകത്തലങ്ങളിൽ ഉണ്ടായിരുന്നതായ എൻ്റെ ആഗ്രഹത്തെ കർത്താവ് മാനിച്ചു. ഇവിടെ വരെയും നടത്തിയ ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെ ഒന്നൊന്നായി പറയാൻ തുടങ്ങിയാൽ ഇന്ന് മുഴുവൻ സമയം പറഞ്ഞാലും തീരാത്ത വണ്ണം പറയാനുള്ള കാര്യങ്ങളാണ് ഉള്ളത്. കടന്നു വന്നതായ ഓരോ വഴികളും ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെ എനിക്ക് ഓരോന്നോരോന്നായിട്ട് പറയുവാൻ സമയം പോരാ. വീണ്ടും പറയട്ടെ, ദൈവവചനത്തിലേക്ക് നമ്മൾ ഇറങ്ങി വരുമ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, എൻ്റെ കൂട്ടു സഹോദരനും ഒക്കെ കടന്നു വന്നു. ഇനിയും എൻ്റെ കുടുംബത്തിൽ അനേകരുണ്ട്. അവരെയും കൂടെ കൊണ്ടുവരുവാൻ കർത്താവെ അവിടുന്ന് ഇടയാക്കി തീർക്കണം. ഇങ്ങനെയുള്ളതായ കുറെ വിഷയങ്ങളുമായാണ് ഇപ്പോൾ ദൈവസന്നിധിയിലായിരിക്കുന്നത്. എന്നാൽ ഈ നാളുകളിലെ സഹോദരന്മാരൊക്കെയും മരണം വഴിയായി മാറ്റപ്പെട്ടു. അതുപോലെ സഹോദരിമാര് ഞങ്ങൾ 2 പേരാണ് ദൈവത്തിനായിട്ട് ഇറങ്ങി തിരിച്ചത്. മറ്റുള്ളവരും കടന്നു വരാൻ ആഗ്രഹത്തോടെ നിൽക്കുന്നു. എന്നാൽ അവരുടേതായ ഞാൻ നിന്നതുപോലെ അവരുടെ പാരമ്പര്യത്തിന്റെ കെട്ടുപാട് നിന്നും പുറത്തു വരുവാൻ കഴിയാതെ വണ്ണം അവരായിരിക്കുന്ന അവസ്ഥയിൽ നിൽക്കുന്നു. ദൈവത്തിന്റെ വലിയ നാമം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വ്യക്തി ജീവിതങ്ങളും ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പറഞ്ഞു വന്ന കൂട്ടത്തിലെ മോടെ കുടുംബത്തിലെ വലിയ ഒരു ദൈവപ്രവൃത്തി നടക്കുവാൻ ഇടയായി. അതും ഈ പറഞ്ഞ പോലെ മനഭാരങ്ങളെ ഏറ്റെടുക്കുന്ന, ഹൃദയത്തിലെ ഭാരം മാറ്റുന്ന കർത്താവ് ആ ഭാരത്തിന്റെ മേലും ദൈവം പ്രവർത്തിച്ചു. മോടെ കുടുംബത്തിലുള്ളതായ അമ്മയും അപ്പനും അവരൊക്കെ സ്നാനപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. മോള് കുഞ്ഞിനെ പ്രസവിച്ച് ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ആ മാതാവ് വളരെ ശക്തമായി വാദിച്ച് പറയും, ഇവിടെ ഒരു പെന്തക്കോസ്ത് പെൺകുഞ്ഞിനെ അല്ല വിവാഹം ചെയ്ത് കൊണ്ടുവന്നത്, അതുകൊണ്ട് ഇവിടെ പറ്റത്തില്ല എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി മാതാവ്. ഞാൻ നിന്ന ആ ഒരു ബന്ധാവ് എനിക്കറിയാവുന്ന, ഞാൻ ഒരിക്കലും ആ മാതാവിനെ കുറ്റം പറഞ്ഞില്ല. പക്ഷെങ്കില് അങ്ങനെ പറഞ്ഞ ആ മാതാവ് ദൈവത്തിന്റെ കൃപയാൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാൽ ദൈവത്തിന്റെ കൃപ കൊണ്ട് 6 മാസത്തിനകം സ്നാനപ്പെട്ട്
ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ആ മാതാവിനെ ദൈവം ഇടയാക്കി. അതുപോലെ തന്നെ അതിനുശേഷം ആ പിതാവും കടന്നു വന്ന് സ്നാനപ്പെട്ടു. അപ്പോൾ മോള് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കടന്നു വന്നു. ആരും അറിയാതെ അവള് സ്നാനപ്പെട്ടു. എന്നാൽ അവളിലൂടെ ദൈവത്തിന് ചില പ്ലാനും പദ്ധതികളും ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ എപ്പോഴും പുറകോട്ട് വലിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ ദൈവം അതിന്റെ തക്ക സമയത്ത് എല്ലാം നന്നായി ചെയ്തു. ഇന്ന് മദ്യപാനം ഉപേക്ഷിച്ച് ആ മകനും ദൈവസന്നിധി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിന്റെ കൃപയാൽ. അതിന് പിന്നെ പ്രാർത്ഥിച്ച അനേക ദേവദാസന്മാരും സഹോദരിമാരും ഉണ്ട്. അവരെല്ലാം ഞാൻ ഈ സമയക്കാലം ഓർക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത്, ഒരിക്കലും നമ്മളെ ദൈവസന്നിധിയിൽ കടന്നു വന്നാൽ ഒരു വിഷയത്തിന് പോലും മറുപടി ലഭിക്കാതിരിക്കുകയില്ല. ഏതെങ്കിലും മറുപടിക്ക് അല്പം താമസം വരുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും അനുഗ്രഹമായി നമുക്കത് ലഭിക്കുവാൻ ഇടയായിത്തീരും. പ്രകാരം ആ മകൻ ഇപ്പോൾ സഭയിൽ കടന്നു വന്ന് പ്രാർത്ഥനയിലായിരിക്കുന്നു. ആ മാനസാന്തരത്തെ കുറിച്ചൊക്കെ പറഞ്ഞെന്നാല്, മദ്യപാനം കഴിഞ്ഞ് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ പറഞ്ഞെന്നാല്, അതിനുശേഷം വന്നതായ ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞെന്നാല്, ദൈവത്തിന്റെ പ്രവൃത്തി, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആയി. ഇത് അനുഭവിച്ച് കണ്ട് മനസ്സിലാക്കി വരാൻ എനിക്കിടയായി. വേറൊരു വ്യക്തിയുടെ കാര്യങ്ങൾ പറയുന്നതിലെ നല്ലത് എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ കർത്താവ് ചെയ്തതായ ആ വലിയ സംഭവങ്ങളെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ക്രിസ്ത്യാനി ആയി ജീവിക്കുന്നതിനേക്കാൾ ക്രിസ്തുവിൽ ജീവിക്കുക എന്നതാണ് തിരുവചന സുവിശേഷം കേട്ട് വിശ്വസിച്ച് ദൈവസഭയിലേക്ക് കടന്നു വന്ന് വചനം അനുസരിച്ച്, വചനം കേൾക്കുന്നവർ അനേകരുണ്ട്, പക്ഷെങ്കിൽ വചനം കേട്ട് അനുസരിച്ച് 103-ാം സങ്കീർത്തനത്തിൽ പറയുന്ന പ്രകാരമാണ്, എൻ്റെ വചനം കേട്ട് അനുസരിക്കുന്ന വീരന്മാര്. അപ്പോൾ വീരന്മാരുടെ പട്ടികയില് ആയിത്തീരുന്നത് ദൈവവചനം കേട്ട് അനുസരിക്കുന്നവരാണ്. കേൾക്കുന്ന ഒരുപാട് പേരുണ്ട്, ഒത്തിരി പേര് കേൾക്കുന്നുണ്ട്. അനുസരിക്കാൻ പലർക്കും കഴിയാറില്ല. പക്ഷെ വചനം കേട്ട് അനുസരിച്ചെന്നാൽ വീരന്മാരുടെ പട്ടികയിലേക്ക് കടന്നു വരുവാൻ തക്കോണം ദൈവമായ കർത്താവ് ഇടയാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. ഈ സാക്ഷ്യ സമയം എനിക്ക് തന്നതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ മുന്നോട്ടുള്ളതായ കടന്നുപോക്കിലെ ദൈവമായ കർത്താവ് നമ്മളെ ഏവരെയും അനുഗ്രഹമായി മുന്നോട്ട് പോകാൻ തക്കോണം ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഏതെങ്കിലും വിഷയത്തെ എന്നെ കുറിച്ച് കർത്താവ് എനിക്ക് ചെയ്ത ഏതെങ്കിലും വിഷയത്തെ കുറിച്ച് അറിയേണ്ടതുണ്ടെങ്കിൽ ചോദിച്ചെന്നാല് ഞാൻ ആകെപ്പാടെ എവിടെയൊക്കെയോ തൊട്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പറയാൻ പോയെന്നാലും മണിക്കൂറുകൾ പറഞ്ഞാൽ തീരാത്ത അനുഭവ സമ്പത്തുകൾ ഉണ്ട്. പക്ഷെ മുഴുവനായും പറയാനൊന്നും സമയം പോരാ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വേഗത്തിൽ ചുരുക്കി പറഞ്ഞ് നിർത്താൻ ആഗ്രഹിച്ചത്. അതുപോലെ മോന്റെ വിവാഹം, അതും ദൈവത്തിന്റെ കൃപയാല് ഒരു ദേവദാസന്റെ പൈതലിനെ അവന് വേണ്ടി ദൈവം വിവാഹത്തിനായി ഒരുക്കി. അവനും കുവൈറ്റിന്റെ പ്രദേശത്തെ ജോലിയുള്ള ബന്ധത്തിൽ അവർ രണ്ടുപേരും ആയിരിക്കുന്നു. അവരിരുവരും ദൈവസന്നിധിയിൽ അവിടെ ആരാധനയ്ക്ക് പോകുന്നു. ഒരു പെൺകുഞ്ഞ് മൂത്തത്, അതിനുള്ളത് ഒരു ആൺപൈതലിനെ കൂടെ ദൈവം കഴിഞ്ഞ മാസം അവർക്ക് കൊടുത്തു. അവരും അവിടെ ആയിരിക്കുന്നു. ഇന്നുവരെയും ദൈവം നിർത്തിയിരിക്കുന്നു. നാളെ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ അതിൻ്റെ എന്തെങ്കിലും ഞാൻ പറഞ്ഞതിനകത്ത് തെറ്റുകൾ കാണും. സാധാരണ എല്ലാവരും പറയുന്ന പോലെ അല്ല ഞാൻ പറഞ്ഞത്. എനിക്കിങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നുള്ളൂ. ഏതെങ്കിലും പ്രത്യേകമായി അറിയേണ്ടതുണ്ടെങ്കിൽ ചോദിച്ചെന്നാൽ ഞാൻ പറയാം. ദൈവം ജീവിതത്തിൽ നമുക്ക് വേണ്ടി എത്ര ഉപകാരങ്ങൾ ചെയ്താലും, അല്ലേ, നമുക്ക് വർണ്ണിച്ചാൽ എത്ര ഉപകാരങ്ങളാണ് ചെയ്തിരിക്കുന്നത്, വർണ്ണിച്ചാൽ മതി വരികയില്ല. നമ്മൾ ഓരോ ദിവസവും ചിന്തിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മളെ ഇങ്ങനെ അങ്ങ് നടത്തുക, ആ ദൈവത്തിൻ്റെ പരിപാലനം ഓർത്താൽ എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കും. ഹല്ലേലൂയ. ആ ദൈവസ്നേഹത്തിൻ്റെ ആഴം, അതിൻ്റെ നീളം, അതിൻ്റെ വീതി, ഹല്ലേലൂയ, വർണ്ണിച്ചാൽ മതി വരികയില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിലെ ധാരാളം ഇടങ്ങളിലൊക്കെയും സുവിശേഷ വിലയുള്ള ബന്ധത്തിലൊക്കെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടല്ലോ. അതിനെക്കുറിച്ചുള്ള ചെറിയ ഒരു അനുഭവം കൂടി പങ്കിടാൻ പറ്റുന്നുവെങ്കിൽ ഒന്ന് പങ്കിട്ടാൽ. ദൈവവചനം ശുശ്രൂഷിക്കുമ്പം അത് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഞങ്ങൾ രണ്ടുപേരാണ് ആ വേലയ്ക്കത് പ്രാർത്ഥിച്ചിറങ്ങിയത്. പക്ഷെങ്കില് ഞങ്ങൾ ആരെയും വിളിക്കത്തില്ല. കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ ഞങ്ങൾ ആരെയും വിളിക്കത്തില്ല, വിളിയെല്ലാം ദൈവകരങ്ങളിലാണ്, ദൈവം വിളിക്കുന്നവർ ഞങ്ങളുടെ കൂടെ കടന്നു വരണം, അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തോടെ ഉടമ്പടി എല്ലാം അങ്ങോട്ടാ പറയുന്നത്. ആരെയും ഞങ്ങൾ വരാവോ എന്ന് ആരോടും ചോദിച്ചിട്ടില്ല. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ഏതാണ്ട് 20 പേരോളം ഇന്ന്
നമ്മളോടൊപ്പം കർത്തൃ വേലയിലേക്ക് കടന്നു വന്നിരിക്കുക. അതിന് പ്രത്യേകമായ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രതിഫലം കൊടുത്തിട്ടോ ഒന്നുമല്ല. അവരവർ തന്നെ വരിക, അവരവർ തന്നെ കർത്താവിനെ കുറിച്ച് സാക്ഷിക്കുക, പറയുക, ഭവനങ്ങളിൽ കയറി കർത്താവിനെ കുറിച്ച് പറയുക. അല്ലാതെ പ്രത്യേകമായ ഒരു ഞങ്ങളൊക്കെ സുവിശേഷം പറയാൻ ചെല്ലുമ്പോൾ ചിലരൊക്കെ പറയും നിങ്ങൾക്കൊക്കെ വലിയ ശമ്പളം ലഭിക്കുന്നുണ്ട്. ഞങ്ങൾ സ്വർഗത്തിൽ ഞങ്ങൾക്ക് വലിയ നിക്ഷേപമുണ്ട്, കർത്താവ് നല്ലത് സ്വർഗത്തിൽ ഒരുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് കടന്നു പോരും. ചില ഭവനങ്ങളിൽ കടന്ന് പ്രാർത്ഥിച്ച് രോഗികൾക്ക് സൗഖ്യം, അതുപോലെ തന്നെ ദൈവവചനം കൊടുക്കുമ്പോൾ എത്രയോ പേര് ആ ആർത്തിയോടെ അത് കേൾക്കുന്നത് കാണുമ്പോൾ ഇന്നും നമ്മുടെ കോട്ടയം ജില്ലയിലെ യേശു ക്രിസ്തുവിനെ അറിയാതെ ഇരിക്കുന്ന അനേകരുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിലും പോയി. യേശു ക്രിസ്തുവിനെ അറിയാതിരിക്കുന്ന അനേകരുണ്ട്. യേശുവിന്റെ രക്ഷ എന്തെന്ന് അറിയാത്ത അനേകർ ഈ കോട്ടയം ജില്ലയില് ഉണ്ടെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നാണക്കേട് തോന്നിക്കുക. കാരണം കോട്ടയം ജില്ല അക്ഷരനഗരി, അതുപോലെ തന്നെ വചനങ്ങൾ, ബൈബിളുകള് സ്കൂളുകൾ തോറും ഒക്കെ വചനം കൊടുത്തു. പക്ഷെ ഇന്നും യേശുവിന്റെ രക്ഷ അറിയാത്ത അനേകർ ഇന്നും ഉണ്ടെന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലും പോയപ്പം മനസ്സിലാക്കുവാനിടയായി. അവരോടൊക്കെ സുവിശേഷം പറയുമ്പോൾ നമുക്കുണ്ടാകുന്നതായ ആ സന്തോഷം, അവരാ സുവിശേഷം കേൾക്കുമ്പോൾ എത്ര യേശു ക്രിസ്തുവിനെ അറിയുന്നത് തന്നെ ജീവനാണ്. അപ്പോൾ അങ്ങനെ വളരെ ദാഹിച്ചിരിക്കുമ്പോൾ വെള്ളം കുടിക്കുന്ന എപ്രകാരമാണ് അതുപോലെയാണ് അവർ നമ്മുടെ വായിൽ നിന്നും വചനം കേൾക്കുവാൻ ആഗ്രഹത്തോടെ വന്നു നിൽക്കുന്നത്. ജോലിയുടെ മുഖത്തൊക്കെ നിൽക്കുന്നവരാണേലും അവർ ഓടി വന്ന് നിന്നത് പറയുമ്പോൾ അവരത് കേൾക്കും. എന്നാൽ പുറത്തു വന്ന് ഒരു 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 കൂട്ടായ്മ ആരാധനയില് ഒക്കെ കടന്നു വരാൻ അവർക്ക് വലിയ പ്രതികൂലങ്ങളുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ, എന്റെ സാക്ഷ്യത്തിനകത്ത് ഞാൻ വേദനിച്ച ഒരു സാക്ഷ്യം കൂടെ പറയാണ്. രജനി സഹോദരിയുടെ ഭവനത്തിലെ രജനി സഹോദരിയുടെ പ്രിയ മാതാവ് ഇറക്കി വിടുവാൻ തക്കോണം ഇടയായി തീർന്നു. ഇനി അവളുടെ സാക്ഷ്യത്തിനകത്തത് പറയും. പക്ഷെ ആ ഇറക്കി വിട്ട നിമിഷങ്ങളില് ഞാൻ ആകെ പകച്ചുപോയി. എന്തു ചെയ്യും? സുവിശേഷം പറഞ്ഞാൽ ഇങ്ങനെയുള്ള അവസ്ഥയാണ്, പിന്നെ നമ്മൾ എന്ത് ചെയ്യും? പക്ഷെ ദൈവം സകലത്തിനും മതിയായവനാണ്. ഒന്നുമില്ലാത്തവരെയാണ് ദൈവത്തിന് ആവശ്യം. കാരണം എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ അതും കൂടെ വേണ്ടെന്ന് വെച്ച് വരുന്നവരെയാണ് ദൈവത്തിന് ആവശ്യം. അവളെ ഒന്നും വേണ്ടാതെ ഇറങ്ങി വന്ന അവളെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾക്ക് ഒരുമിച്ച് ഇന്നും കർത്താവിന്റെ വേലയില് ഇപ്പോൾ ഏകദേശം 22 വർഷമെങ്കിലും ആയിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ദൈവത്തിലായിരുന്നു. ദൈവകൃപയാല് ഈ നിമിഷം വരെയും ദൈവം ഞങ്ങളെ ഒരുമിച്ച് നിർത്തി. ഇന്ന് നമ്മുടെ അവസ്ഥയെ നോക്കുമ്പോൾ പലയിടങ്ങളിലും ഭിന്നത വ്യാപരിക്കുന്ന അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ദൈവകൃപയാല് ഒരുമിച്ച് നിന്ന് ദൈവത്തിന്റെ വേലയിൽ നിന്ന് മുന്നേറുവാൻ തക്കോണം ആ സഹോദരിയെ ദൈവം എടുത്ത് ഉപയോഗിക്കുന്നു. അവളും ആയിരിക്കുന്ന ഇടങ്ങളൊക്കെയും സാക്ഷ്യം പറയാൻ ഞങ്ങളോടൊപ്പം കടന്നു വരാറുണ്ട്. അതുപോലെ പരസ്യയോഗത്തിനായി കടന്നു പോകുമ്പോൾ അത് ആൾക്കാരുടെ എണ്ണം കൂടി വരുന്നത് കൊണ്ട് അത് 2 ഗ്രൂപ്പാക്കി 2 സ്ഥലങ്ങളിലായി. ഒന്ന് മണ്ടകാടിന്റെ പ്രദേശത്തും ഒന്ന് നമ്മുടെ ചിങ്ങവനം കുറിച്ചി തെക്കോട്ടുള്ളതായ പ്രദേശങ്ങളിലും നടത്തുവാൻ തക്കണം. അത് ദൈവത്തിന്റെ കരം അതിന്റെ പിന്നിലുള്ളത് കൊണ്ടാണ്, അല്ലാതെ വേറൊന്നും കൊണ്ടുമല്ല. ദൈവത്തിന്റെ കരം അതിന്റെ പിന്നിലുള്ളത് കൊണ്ട് അത് അത്രയും വിശാലമായിട്ട് കർത്താവിന് വേണ്ടി ഓടുവാൻ തക്കവണ്ണം സഹോദരിമാരെയും ദൈവം തന്നെ ഒരുക്കി തരികയാണ്. ഞങ്ങൾ ആരെയും വീട്ടിൽ പോയിട്ട് നിങ്ങൾ വരാവോ എന്ന് ഞങ്ങൾ ഇന്ന് വരെയും ചോദിച്ചിട്ടില്ല. അവരൊക്കെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ അയ്യോ ഞാനും വരട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങി വന്ന സഹോദരിമാരാണ് ഇന്ന് വരെയും ഞങ്ങളോടൊപ്പം നിൽക്കുന്നത്. ഈ 2 ഗ്രൂപ്പുകളും വളരെ സന്തോഷത്തോടെ കർത്താവിന് വേലയിൽ മുന്നേറുന്നു. അപ്പോൾ തന്നെ ഒരു ഖേദകരമായ ഒരു അവസ്ഥയും കൂടെ പറയുകയാണ്. അന്ത്യകാല സംഭവങ്ങൾ കണ്ടു തുടങ്ങിയപ്പോൾ ഇനിയും നമ്മുടെ കോട്ടയം ജില്ലയിലെ അറിയാതിരിക്കുന്ന വ്യക്തിയിലേക്ക് കടന്നു പോകുവാൻ തക്കോണം ദൈവം ദാസിമാരെ ഒരുക്കണം, ശക്തീകരിക്കണം. അനേകർ കടന്നുപോയി നല്ല സാക്ഷ്യത്തോടെ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ തക്കോണം ഇടയായിരുന്നു. ഒറ്റ വാക്ക് ഞാൻ പറയട്ടെ. സുവിശേഷം കേൾക്കുന്ന സന്ദർഭത്തില് വചനം നന്നായി അറിയാത്ത ആ പ്രായത്തില് ആ സന്ദർഭത്തില് എനിക്ക് ദൈവം തന്നൊരു വചനമാണ്, ഇനി ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. ഒരു കൂട്ടായ്മയിൽ ഇരിക്കുമ്പോൾ ദൈവാത്മാവിനോട് ഇടപെട്ടൊരു വാക്യമാണ്. അതിനുശേഷമാണ് അങ്ങനെ ഒരു സമർപ്പണത്തിലേക്ക്, അന്ന് ഞാനാണോ പറഞ്ഞതെന്ന് തന്നെ എനിക്കറിയാൻ പാടില്ല, എന്റെ ഉൾത്തലകളിൽ നിന്ന് വന്നതായ ആ ഒരു വാക്യം ഇന്ന് ഞാൻ ഏറ്റുപറയും. ഇനി ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. കാരണം മരണം വരെയും കർത്താവ് നടത്തണം. ആ കർത്താവിന്റെ പാദപീഠത്തിങ്ങനെ ആയിരിക്കണം. ഒരു നാളിലും കർത്താവിന്റെ പാദപീഠം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ മുന്നേറുവാൻ തക്കോണം ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കണം. അടിയനെ അതിനായിട്ട് പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് ഈ സാക്ഷ്യത്തിന് തൽക്കാലം ഞാൻ പിന്മാറുന്നു. ദൈവമായ കർത്താവ് എന്റെ സാക്ഷ്യം കേട്ട എല്ലാ ദൈവമക്കളോടും
ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി വ്യക്തമായി ഇടപെടട്ടെ. ഒരു കാരണവശാലും നമ്മുടെ പാരമ്പര്യം നമ്മളെ ഒരിടത്തും എത്തിക്കത്തില്ല. അതുകൊണ്ട് ദൈവവചനം കേട്ട് അനുസരിക്കുന്ന വിരന്മാരായി മുന്നേറുവാൻ തക്കോണം ഇന്ന് എന്നെ വായി നിന്നും സാക്ഷ്യം കേട്ട് എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അനുഗ്രഹീതമേറിയ സാക്ഷ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. സുവിശേഷം അറിയിക്കുന്നതിൽ എനിക്ക് ലജ്ജയില്ല എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പോൾ തന്നെ താൻ മറ്റൊരിടത്ത് പറഞ്ഞു, സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ കഷ്ടം. ഹല്ലേലൂയ. നമുക്ക് ലഭിച്ചിരിക്കുന്ന ആയുസ്, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ സമയങ്ങൾ ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നാം ഉപയോഗിക്കുവാൻ ഇടയാകണം. ഇന്ന് അനുഗ്രഹീതമേറിയ സാക്ഷ്യം തന്റെ ദാസിയുടെ ദൈവം കേൾപ്പിച്ചു. മാത്രമല്ല, തന്നിലൂടെ കേൾക്കപ്പെട്ട ഈ സാക്ഷ്യം അനേകർക്ക് ഒരു എൻകറേജായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കാരണം ഈ കാലഘട്ടത്തിൽ സുവിശേഷം അനേക ഇടങ്ങളിൽ എത്തേണ്ടതായിട്ടുണ്ട്. നാം ആയിരിക്കുന്ന ജില്ലകളിൽ, നാം ആയിരിക്കുന്ന സ്റ്റേറ്റിൽ, നാം ആയിരിക്കുന്ന ഈ മഹാഭാരതത്തിൽ അനേക ഇടങ്ങളിൽ യേശുവിനെ അറിയുവാൻ ഇനിയും കോടാനുകോടി ആളുകളുണ്ട്. ആമേൻ. അവിടെ ഒക്കെയും കടന്നു പോകുവാൻ ദൈവം അനേകരെ ഒരുക്കട്ടെ. ആമേൻ. തന്റെ ദാസിയിലൂടെ ചെയ്തെടുക്കുന്ന എല്ലാ വേലകൾക്കായിട്ടും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഞാൻ പറയട്ടെ, ഒരു കാലത്ത് ദാഹത്തോടെ ഇറങ്ങിയെങ്കിൽ ദാഹം ശമിപ്പിക്കുന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നു. ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമ്മാൽ ആവോളം ചെയ്താൽ മതി. വിശ്വസ്തയോടെ, ആമേൻ, വിശുദ്ധിയോടെ, ആമേൻ, നാം ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമ്മെ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം നമ്മിൽ, ആമേൻ, പ്രവർത്തിപ്പാനിടയാകും. നമ്മിലൂടെ എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ കർത്താവ് ചെയ്തുകൊള്ളും. നമ്മൾ ഒരു മീഡിയയായിട്ട് നമ്മെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. അതിനായിട്ട് കർത്തദാസിയെ ഇത്രത്തോളം ഉപയോഗിച്ചല്ലോ. ആമേൻ. തന്റെ ദാസി പറഞ്ഞു, ഒരിക്കലും പെന്തക്കോസിൽ പോകാൻ പാടില്ല എന്ന് ചിന്തിച്ച സ്ഥാനത്ത് കർത്താവ് വിളിച്ചു വേർതിരിച്ചു. ദൈവമക്കളെ, ഓരോരുത്തർക്കും ശുശ്രൂഷകൾ വിഭിന്നമാണ്. ചിലർക്ക് പാടാൻ കഴിവുകൾ കൊടുക്കുന്നു, ചിലർക്ക് പ്രസംഗിക്കാൻ കഴിവുകൾ കൊടുക്കുന്നു, ചിലർക്ക് ഉപദേശിക്കുവാൻ കഴിവുകൾ കൊടുക്കുന്നു, ചിലർക്ക് മോട്ടിവേഷൻ ചെയ്ത് അവരെ വളർത്തിക്കൊണ്ടുവരും, മറ്റുള്ളവരെ വളർത്തിക്കൊണ്ടുവരുവാൻ കഴിവുകൾ കൊടുക്കുന്നു. ഏത് നിലകളിലാണ് ഒരുവന് കഴിവുകൾ കൊടുത്തിരിക്കുന്നത്? ചിലർക്ക് പ്രാർത്ഥിക്കാനായിരിക്കാം വരം നൽകപ്പെട്ടിരിക്കുന്നത്. ഏത് വരമാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുമേൽ നാം ജയം കൊണ്ടാടി കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കണം. കർത്തദാസിക്ക് അല്പം പ്രയാസം നേരിട്ട് ഇതിൻ്റെ ഇടയിൽ കരണ്ടൊക്കെ പോകുവാൻ ഇടയായി. എങ്കിലും ആമേൻ, സാക്ഷ്യം ഇത്രത്തോളം പൂർത്തീകരിക്കുവാൻ ദൈവം ഇടയാക്കിയതിനായിട്ട് നന്ദി പറയുന്നു. ആമേൻ. ആ കുടുംബത്തിന് വേണ്ടി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. വിളിച്ച് വേർതിരിക്കപ്പെട്ട നാൾ മുതൽ ഇന്ന് വരെയും കർത്താവ് നടത്തിയല്ലോ. കർത്താവെ, അനുഗ്രഹീതമായ സാക്ഷ്യം കേൾപ്പിച്ചല്ലോ. ഇന്ന് ഈ ലൈവിലും സൂം പ്ലാറ്റ്ഫോമിലൂടെയും തുടർന്ന് നിങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ ഒക്കെയും ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, അവിടുത്തെ രാജ്യത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി ആ മുന്തിരിത്തോപ്പിൽ അധ്വാനിക്കുവാൻ തന്റെ മക്കളെ കാലാകാലങ്ങളിൽ ഉപയോഗിക്കുന്നുവല്ലോ. ഞങ്ങൾ ഒരു തോളോട് തോൾ ചേർന്ന് നിന്ന് ഒരു ചരടിൽ കോർത്ത മുത്തുകളെ പോലെ അവിടുത്തെ രാജ്യത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുവാൻ ഏൽപ്പിച്ചു തരുന്നു. തന്റെ ദാസിയെ അനുഗ്രഹിക്കണം, കുടുംബമായി ആദരിക്കണം, നന്മകൾ കൊണ്ട് നിറച്ചനുഗ്രഹിക്കണം. ഇന്ന് ഞങ്ങൾക്ക് തന്ന നല്ല സാവകാശത്തിനായിട്ട് സ്തോത്രം. അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരിക്കുകയായി നന്ദി. പ്രാർത്ഥനയും യാചനയും കേട്ടതിനായിട്ട് സ്തോത്രം. സകലവും പുത്രനാമേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദയോടെ കേൾക്കണമേ, സ്വർഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. മറാനാഥ.